കാനഡയിലെ ഒരു ജുംബോളി കിടിക്കാഴ്ചയിലേക്കാണ് എന്റെ ഉണ്ടക്കണ്ണുകൾ തള്ളിക്കേറി ചെന്നത്. പൊറോട്ടയ്ക്ക് വേണ്ടി വയറ്റിലെ കൊക്കോ പുഴുക്കൾ തമ്മിൽ കടിപിടി കൂടുന്നത് പോലൊരു കലാരൂപം. തുലാം മാസത്തിൽ കരിമ്പന പൂത്തതുപോലെ നിൽക്കുന്ന ഈ മനുഷ്യനാണ് ഇതിന്റെ റഫറി. ഒറാങ്കുട്ടൻ പ്രസവിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം പോലൊരു പേരാണ് ഇദ്ദേഹത്തിനുള്ളത്. റഫറി മാമനും ഇടിച്ചക്കപ്പിലാമുട്ടിലെ അപ്പച്ചിയുടെ മോനും കാഴ്ചയിൽ ഒരേ ദിവസം നിർമ്മിച്ച ബ്രഷ് പോലെയുണ്ട്. അതേ ഗൈസ്, ഇടി തുടങ്ങിയിരിക്കുന്നു. ചക്ക് എന്ന് പറയുമ്പോൾ ചക്കക്കുരു എന്ന് കേൾക്കുന്ന ഈ മൊട്ടത്തലയും സായിപ്പാണ് ഇവിടുത്തെ പ്രധാന മേശിരി. ഒട്ടകപക്ഷി മുട്ടയിടുമ്പോലുള്ള അടിതടപെടുത്ത നിക്കറുകുട്ടനോടായി ഹീബ്രു ഭാഷയിൽ റഫറി പറഞ്ഞു, പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടെ അവിടെ നിന്ന്. തുണിയെടുക്കാത്ത സത്യം എന്നാൽ നല്ല തൈരുവട പോലെ വെളുവിളായിരുന്ന സായിപ്പന്മാരെല്ലാം ഇടികൊണ്ട് ചുമന്ന് അടിയിൽ പിടിച്ച അൽഫാം പോലെയായി. ബെസ്റ്റിയുടെ മുന്നിൽ ബെസ്റ്റാകാനായി വന്ന കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി എനിക്കെന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞിരുന്നു മോങ്ങുന്ന രമേശൻ സായിപ്പ്. അടുത്തത് പെമ്പിള്ളാരുടെ ഇടിയാണെന്ന് കേട്ടപാടെ ഡോണി കണ്ട്രാക്കിന്റെ വായിൽ നിന്നും കുടംകണക്കിന് ചാളുവ ധാരധാരയായി ഭൂമിയിലേക്ക് ഒഴുകി. ഇത്തരം ജിങ്കടമണി കാഴ്ചകൾ കാണാതിരിക്കാൻ കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മായി എന്റെ അരയിൽ ഏലസ് കെട്ടി പറഞ്ഞു വിട്ടതാണെങ്കിലും ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഗ്യാലസ് ഡൊമസ്റ്റിക്കസ് അറിയാതെ പുറത്തേക്ക് ചാടും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ബോക്സിംഗ് ആയി തോന്നുമെങ്കിലും അടുത്തേക്ക് ചെന്നാൽ നീ എന്റെ ബേബിയോട് ചാറ്റ് ചെയ്യുവല്ലേ തവളക്കണ്ണി. പിന്നെ ആർക്ക് വേണോടി ആ കരിപ്പട്ടി തലേന്? നിന്റെ അച്ഛന്റെ അച്ഛനാടി കരിപ്പട്ടി തലേൻ. അതേ ഗൈസ്, 2 മുക്കാല ചേർന്നാലും 4 മുക്കാബില ചേരില്ല എന്നത് മഹാകവി കീരിക്കാടൻ ജോസ് പണ്ടങ്ങോ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ അടിയും സെറിബെല്ലം കൊണ്ട് തടുത്ത് 2 അണ്ടിപ്പരിപ്പ് കൂടി വറുത്തിടാൻ പാകത്തിന് തലച്ചോറ് നല്ല നെയ്ച്ചോറ് പരുവത്തിലായിട്ടുണ്ട്. ഇടിയുടെ മാർക്കൊക്കെ പിന്നെ ആദ്യം ഇച്ചിരി ആശ്വാസം എന്നതാണ് സോമമാമന്റെ പ്രധാന വിനോദം. വാ നമുക്ക് കെട്ടിപ്പിടിക്കാം, ഞരമ്പുകൾക്കും പറയാനുണ്ട് എന്നീ നോവലുകൾ സോമമാമന്റെ ജീവിതത്തിൽ നിന്നും പൂച്ചകൾ മാന്തിയെടുത്തതാണ്. ഇതിനിടയിൽ ആരോ ഇടികൊണ്ട് തൂറി വിളിക്കിറങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. ബക്കറ്റും വെള്ളവുമായി ആളുകൾ തേരാപ്പാര പോകുന്നുണ്ട്. കുടുംബശ്രീയിൽ അച്ചാറിന്റെ കണക്ക് ചോദിച്ച ഉഷച്ചേച്ചിയുടെ ഉച്ചിയിൽ കൊച്ചങ്ങ പറക്കിയെറിഞ്ഞ ഒരു വട്ടുകുഞ്ഞമ്മ എനിക്കുണ്ട്. ദേ നിൽക്കുന്നു ഗൈസ് അതുപോലൊരെണ്ണം, പേര് ഡോൾമ. ആരൊക്കെ ഇടിച്ചാലും ചത്താലും ഡോൾമ അമ്മായിക്ക് വൈകുന്നേരം 5 മണിക്കുള്ള അച്യുതന്റെ വീട്ടിലെ അച്ചപ്പവും 7 മണിക്കുള്ള പിണ്ണാക്കിനെ പ്രണയിച്ച പശുവും എന്ന സീരിയൽ കാണാൻ പോകാനുള്ളതാണ്. ഒരുമാതിരി ആ വട്ടൻ ട്രംപിന്റെ ലുക്കും സദാം ഹുസൈനെ പോലുള്ള കുത്തിത്തിരിപ്പും കാണുമ്പോൾ വട്ടുകുഞ്ഞമ്മയും ഡോൾമ അമ്മായും ഡബിൾ ബുൾസേ അഥവാ ഇരട്ടകളാണോ എന്നതാണ് എന്റെ സംശയം. മത്താപ്പും കത്തിച്ചു വരുന്ന മഞ്ജുളനെ ഇതിനു മുന്നേ എവിടെയോ കണ്ടതുപോലെ. അതെ, ഇതവൻ തന്നെ വീട്ടിൽ തേങ്ങയിടാനായി വന്നുകൊണ്ടിരുന്ന ബംഗാളി ബോലാറാം. കൂടെ ഇടിക്കുന്നതാകട്ടെ അത്ഭുത ദ്വീപിലെ മറ്റേ ആ നരഭോജിയും. ഒരു 250 തേങ്ങ ഒറ്റ നിപ്പിന് നിന്ന് പൊതിച്ചതുപോലെ നരഭോജി ബോലാറാമിനെ പുഴുങ്ങിയെടുത്തു. കൊച്ചിന്റെ ഡൈപ്പർ മാറ്റാത്തതിന് ഭാര്യ നരഭോജിക്ക് കൊടുത്തത് നരഭോജി പാവം ബോലാറാമിന് കൊടുത്തു. ബോലാറാമാകട്ടെ 3ാം ക്ലാസ്സിൽ കുടിച്ച പഴങ്കഞ്ഞിയും ചാളക്കരുവാടും വരെ കക്കി. നീലട്ടാർപ്പളവും ചുമന്ന കസേരയും എത്തിയിട്ടുള്ള കാര്യം സംഘാടകർ പറയുന്നുണ്ടായിരുന്നു. ബോലാറാം വിട്ടുകൊടുത്തില്ല. ഒരു കൂസലുമില്ലാതെ ബോലാറാം പറഞ്ഞു, ഇനി നീ ഒളിക്ക് ഞാൻ എണ്ണാമെന്ന്. ഇരുട്ടുവാക്കിന് വലിഞ്ഞാലോ എന്ന് കോച്ച് വരെ ചോദിച്ചു. ചെറുക്കന്റെ നിക്കറഴിഞ്ഞു പോയതുകൊണ്ട് മാത്രം നരഭോജി ജയിച്ചു ഇല്ലേ? കാണാമായിരുന്നു. എല്ലാവർക്കും കിട്ടിയ സ്ഥിതിക്ക് എനിക്കൂടെ 2 കിട്ടണമായിരുന്നു എന്ന് ചിന്തിച്ചവരോടൊന്നേ പറയാനുള്ളൂ. ಅರ್ಥ അറിഞ്ഞൂടാ ഗൈസ്.